ഇവിടേക്ക് ആദ്യം തന്നെ ആണല്ലേ? പ്രോഗ്രാം വന്നിട്ട് പോകാൻ കഴിഞ്ഞ പോകും. നമ്മളെ വേദനകളെല്ലാം അറിയുന്നവരെ കൂടെ അതിന്റെ സന്തോഷം നേരത്തെ നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരാണ്. മൈസൂർ സൂമിലാണ്, മൃഗശാലയിൽ. അപ്പോൾ ഞങ്ങളെ കുറച്ച് ഭിന്നശേഷിയുള്ളവരൊക്കെ ഇവിടെയുണ്ട്. ഇവിടുത്തെ ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ പൂർണ്ണമായി ഭിന്നശേഷി സൗഹൃദമല്ലെങ്കിലും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഭിന്നശേഷിയുള്ളവർക്ക് വലിയ സ്റ്റെപ്പുകൾ വലിയ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ടീമാണ്. ഇവരൊക്കെ ഇവിടെ ഉണ്ട്. വീൽ ചെയറിൽ ജംഷീർ കാനിക്കര ഉണ്ട്. ജംഷീർ കാനിക്കര ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല. അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ജംഷീറിനെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തുന്നില്ല. അങ്ങനെ ഖദീജ കോട്ടക്കൽ മറ്റ് സഹപ്രവർത്തകരൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ് മൈസൂരിലേക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ ഈ മൃഗശാലയിൽ സൂമിലാണ് ഇന്നത്തെ ഈ ഒരു പ്രാതൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ ഭിന്നശേഷിയുള്ളവർക്ക് എത്രത്തോളം വീൽ ചെയറുമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും, ഇവിടുത്തെ മൃഗങ്ങളെ അടുത്ത് ഇവിടുത്തെ ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചയിലേക്ക് പോയി. നമ്മളെ എന്തെല്ലാം സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് ഓരോന്നോരോന്ന്. ഇതിനകത്ത് നമുക്ക് വലിയ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരട്ടാ. മുഴുത്ത പേരെന്താ? മുഴുത്ത പേരെന്താ? അൻഷിത ഉണ്ട്. പിന്നെ മറ്റുള്ളവരാ? ലിബ അൻഷിതൊക്കെ നമുക്ക് ഈ ഒരു ടൂറിൽ ഞങ്ങൾക്ക് വലിയ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാട്ടോ. അവർ ബാക്കിൽ കാണുന്ന 3 ആൾക്കാരാട്ടാ. അപ്പോൾ ഇവരൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരു കൂടുതൽ ധൈര്യമാണ്. മോളെ കൊക്ക് വലിയ കൊക്ക് കണ്ട. ഫിഫ നോക്ക് കണ്ട, വലിയ കൊക്ക് അണ്ടെണ്ണ അതാ. ഇവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്? ആണല്ലേ? പ്രോഗ്രാമിന് വന്നിട്ട് ആ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്കാണ് പോകും. മാത്രമല്ല ഇന്നത്തെ ദിവസം നമ്മളെ വേദനകളെല്ലാം അറിയുന്നവരെ കൂടെ അതിന്റെ സന്തോഷം നേരത്തെ നമ്മുടെ പോരായ്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളതാണ്. അല്ലേ? ഞാനിവിടെ വരുമ്പോഴേ ശരിക്കും നമ്മളെ പോലത്തെ ആൾക്കാരെ കൂടെ ഇത്ര ഉല്ലാസയാത്ര നടത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഉല്ലാസം കിട്ടുന്നത്. തീർച്ചയായിട്ടും നമുക്കൊന്നും നോക്കല്ല, മറ്റേ നമുക്ക് മറ്റുള്ളവരിതാവൂല്ല എന്നൊരു സങ്കടം വരികയാണ്. ഇതാണ് നമുക്കില്ലല്ലോ, നമ്മളെല്ലാവരും ഒരുപോലെ ആകുമ്പോൾ നമ്മളെയും കൂടി പ്രചോദനം അവർക്കും കൂടി കിട്ടും. അതാണ്. അല്ലെങ്കിൽ എന്താ ജംഷീർ അങ്ങനെ, അല്ലെങ്കിൽ സുബൈർ എന്താ അങ്ങനെ, അല്ലേ? അങ്ങനെ ഒരു തോന്നല് മറ്റവർക്ക് തോന്നോ എന്നുള്ളൊരു ആശങ്ക ചിലപ്പോ അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. നമുക്കതിന്റെ ആശങ്കയില്ല, പക്ഷെ എങ്കിലും നമ്മളെപ്പോലുള്ളവർ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തോ ഒരു എല്ലാം കിട്ടിയ പോലെ സന്തോഷം അല്ലേ? അതാണ് ഇതിന്റെ ഒരു വലിയൊരു സംഭവമല്ലേ? ഒരു സംഭവമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ജംഷീർ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടേക്ക് ഒരുപാട് പ്രോഗ്രാമിന് അദ്ദേഹം നമ്മുടെ ഇന്ത്യക്കകത്തും ഒരുപാട് പരിപാടി നമ്മുടെ അതർ സ്റ്റേറ്റുകളൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പരിപാടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോയിട്ടുണ്ട്. ഒരു യാത്രയാണ് സന്തോഷമുള്ള പാട്ട് പാടല്ലോ. പക്ഷെ ഞാൻ ഇന്നലെ പാട്ട് പാടിയുണ്ടല്ലോ, ഒരു കോടി കിട്ടിയതിന്റെ പ്രതിഫലം. മുമ്പിൽ പാട്ട് പാടുമ്പോ അതെ അടിപൊളിയായിട്ട് പാടി. അപ്പോൾ പിന്നത്തെ ഞങ്ങൾക്കൊരു പ്രത്യേകത, ബസ്സിൽ ഞങ്ങളെ ശരിക്കും ഒരു 8 മണിക്കൂർ യാത്ര. ജംഷീറിന്റെ ആ ഒരു 4-5 പാട്ട് വന്നോടുകൂടി ശിശുക്കാരൻ ഞങ്ങൾക്ക് ഇടയിലുണ്ട്. ഒരു 100-500 ഒന്നല്ല, ഒരുപാട് പേര് ദുരിതത്തിൽ കഴിയുന്നവരാണ്. സാമ്പത്തികമായിട്ടൊക്കെ പ്രതിസന്ധി ഉള്ളവരുണ്ട്, സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്തവരുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? വാടകയിൽ കഴിയുന്നവരൊക്കെ ഉണ്ട്.
അവരും കൂടി നമുക്ക് കേരളത്തിൻ്റെ അകത്തും പുറത്തൊക്കെ ഒന്ന് കാണിക്കാനുള്ള സംവിധാനം എല്ലാവരും കൂടി സഹകരിച്ചുണ്ടാക്കണം. എന്താ പറയുക, തീർച്ചയായിട്ടും നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതൊരു വീഡിയോ ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും അവിടെ പോകാമായിരുന്നു, ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആഗ്രഹിച്ചാണ്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അതിനുള്ളൊരു സപ്പോർട്ട് എല്ലാവരും ഒന്ന് ചെയ്യണം. തീർച്ചയായിട്ടും ഇതിലാണ് ഇപ്പോൾ ഉള്ളത്. അതെ അതെ ഞങ്ങള് അപ്പോൾ ആരെങ്കിലൊക്കെ ഇതുമായി സ്പോൺസർഷിപ്പ് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഭിന്നശേഷിയുള്ള ഒരു ഒട്ടനവധി ഉണ്ട്. സ്പോൺസർഷിപ്പ് നമ്മൾ പിടിക്കും, നമ്മളോട് സഹകരിക്കണം, എല്ലാവരും സഹകരിക്കണം. കാരണം എല്ലാത്തിനും സഹകരിക്കുന്നുണ്ടല്ലോ. അതെ 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 സഹകരിച്ചാൽ മതിയോ? അതെ 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 തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ജംഷീറിനൊക്കെ പറയാനുള്ളത്. എന്തായിരുന്നാലും നമ്മളെ ഇവിടുത്തെ കാഴ്ചകൾ ഇനി നമുക്ക് തുടർന്ന് കാണാം. ഭിന്നശേഷിയുള്ളവരാണ് ഞങ്ങളുടെ ടൂറിൽ എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ കൂടെ അവരും ഉണ്ട് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. കൂടുതൽ കാര്യങ്ങൾ ഇനി ഇവിടുന്ന് കാണണം. ഇവിടെ എന്താണ് എന്നുള്ളത് നോക്കിയിട്ടുണ്ട് പോവാം. ഇതിൻ്റെ അകത്ത് പുലിയാണ്, പുലി ഇവിടെ പുലിയാണ്. പുലി കിടക്കണണ്ട അതോ? അല്ലല്ല, അതൊക്കെ ഒറിജിനൽ സാധന. ഇതിനകത്ത് ഒരു ഇതുണ്ട് അല്ലേ, ഒറ്റ ഒന്നുണ്ട്, പുലിക്കുട്ടിയൊക്കെ തോന്നുന്നു. ഈ മൃഗശാല നമ്മളിങ്ങനെ കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീൽ ചെയറായിട്ട് ഉന്തി പോകുന്ന ആൾക്കാർ അതിനകത്തുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പോകുന്നു. നമ്മുടെ ഈ ഒരു വീൽ ചെയറിൻ്റെ ബാക്കിൽ ഷിഫമോളാണ് കേട്ടോ. ഷിഫമോള് നമ്മുടെ വീൽ ചെയറിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഉന്താണ്, എന്നെ സഹായിക്കുകയാണ്. ഇത് ഇലക്ട്രിക് വീൽ ചെയറാണ്. ഷിഫമോളെ വിചാരം ഷിഫമോള് ഉന്തിയിട്ടാണ് ഇത് പോകണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഓക്കൊരു സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു മനസ്സിലുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് ഷിഫമോളെ മുഖത്തുണ്ട്. അല്ല ഷിഫമോളെ ഉന്തിട്ടാണല്ലോ ഈ ഒരു വീൽ ചെയർ പോണേ അല്ലേ ഷിഫമോളെ? ആ, അപ്പോൾ ശിവമോളെ സുബേറാക്കനെ വീൽ ചെയർ ഉന്തി ഇവിടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ ശിവമോള്. ശിവമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ അതുപോലെ ശിവമോള് പിന്നെ വീൽ ചെയർ ഒന്ന് സ്പീഡ് കുറഞ്ഞപ്പോൾ പിന്നെ കുറേ സമയത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ, പിന്നെ ഞാൻ കരച്ചിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കരച്ചിൽ കരഞ്ഞപ്പോൾ ശിവമോള് വീണ്ടും വന്നു. അപ്പോൾ ശിവമോള് ഒരു ഭിന്നശേഷിയുള്ള മോളാണ്, അവൾ ഉഷാറാണ്. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പോല ആ കാറിന്റെ ഉള്ളിൽ എടുത്തിട്ടാ ഓ അതിനൊരു ചാടല്ലേ പോയി ഇല്ലേ അതിലാണ് നമ്മളോ അതിലേ ആ ഇത് മുടി വെച്ചില്ലേ
ഇടുവാ ഇടുവാ. പിടിച്ചോ. നമുക്ക് വെള്ളം വാങ്ങണം. ഇവിടെ ആ ഇത് കാട്ടുപോത്തല്ലേ? പെരിഞ്ചാഴി പോത്ത. സൈക്കിളാ? ആ $200 എടുത്തോണ്ടോ? വെള്ളം ഒന്ന് വാങ്ങാം. അവിടെ ആ അയിമല സാധനം ചെറിയ സാധനങ്ങൾ.
നെറ്റ് ഉണ്ടാവില്ലേ? ആ അയാൾ പറഞ്ഞത് ജിംസേ, ഇത് നമ്മളെ എങ്ങനെയുണ്ട് യാത്ര അല്ലേ? നമ്മളിപ്പോ ഈ സൂമിൽ കംപ്ലീറ്റ് കണ്ടല്ലോ അല്ലേ? നമുക്ക് ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ? ആ വണ്ടി ഫ്രീ ഉണ്ട്, പക്ഷെ നമ്മൾ അറിഞ്ഞില്ല. ലാസ്റ്റാ അറിഞ്ഞത്, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ഒരു വിധം പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാം. നമ്മുടെ വീൽ ചെയർ എത്തിപ്പെടാൻ പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളിവിടെ പോയി കണ്ടു, ആസ്വദിച്ചു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് സാധിച്ചു. ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായി ഇപ്പോഴും ഭിന്നശേഷി സൗഹൃദമായിട്ടില്ല എന്നുള്ള ഖേദകരമായ ഒരു സങ്കടവും ഈ ഒരു യാത്രയിലൂടെ നമ്മുടെ വ്യൂവേഴ്സിനെയും അതുപോലെ ഭരണകർത്താക്കളെയും നമ്മൾ സമയബന്ധിതമായി ഇങ്ങനെ ഭിന്നശേഷിയുള്ളവർക്കും എല്ലാം കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ കാണാം.